ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ദിവസമാണ് കേട്ടോ. ഇത് രാവിലെ തന്നെ നട്സൊക്കെ കഴിച്ച് നടക്കുന്നുണ്ട്. എണീക്കുന്ന മുതലൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അവൻ്റെ മൂഡ് പോലെ ഇരിക്കും വീഡിയോസ് എടുക്കുന്നതൊക്കെ. അവനിതാ ഇതിലിങ്ങനെ നടന്നോളൂ കേട്ടോ. കാണുന്നവർക്കത് പേടിയാവും, വെള്ളത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ. പക്ഷേ അവനൊരു ശീലമായതുകൊണ്ട് വെള്ളം ഉണ്ട്, അവൻ അങ്ങനെ അങ്ങനെ പോകാൻ നോക്കാറില്ല. എന്നാലും എപ്പോഴും അവൻ്റെ കൂടെ ഒരാളുണ്ടാവും. അവനിങ്ങനെ അതിന് ചുറ്റും നടക്കുമ്പോൾ എപ്പോഴും അതിലോട്ട് വീണു പോകാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. വെള്ളം ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരാൾ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. അവന് ഇഡ്ഡലി ഇഷ്ടമുള്ളതുകൊണ്ട് ഇന്ന് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കി, ഇത് കൂടെ ദോശയും ഉണ്ട്. അപ്പോൾ അവനങ്ങനെ അത് കഴിക്കുകയാണ്. ആൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ചെണ്ട കൊട്ടുന്ന പണിയിലാണ്. ബേബീനെ ചെണ്ട കൊട്ടി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവൻ ഓരോരോ കളികളാണ് രാവിലെ എണീറ്റ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആളെ കൊണ്ടുപോയി കുളിപ്പിച്ച്, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബൂട്ട് ഇടുന്ന പണിയിലാണ്. ഈ ബൂട്ട് ഞങ്ങൾ കാശ്മീർ പോയപ്പോൾ വാങ്ങിയതാണ്. വാങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് വലിയ സൈസ് നോക്കി വാങ്ങിയതുകൊണ്ട് ഇപ്പോൾ അവനത് സൈസ് ഒക്കത്തില്ല. അപ്പോൾ അതിട്ടുകൊണ്ടല്ല ഞങ്ങൾ പോയത്. വലിയ ക്ലൂസ് കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഇസുവിനെ ആദ്യമേ റെഡിയാക്കി നിർത്തിയതോട്ട് അവൻ ലാസ്റ്റ് ഞങ്ങൾ റെഡിയായി വന്നപ്പോഴത്തേക്ക് ആളം എടുത്തു. അതെന്തേ പോകുന്നില്ലേ എന്നുള്ള കൺഫ്യൂഷനിലാണ് അവൻ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ റെഡിയായി ഇറങ്ങി. ഇസു ആദ്യം തന്നെ കാറിൽ കയറിയിരുന്നു കേട്ടോ. കാർ എടുത്താൽ പിന്നെ അവൻ ആരാണെന്ന് നോക്കില്ല, വേഗം കാറിൽ അങ്ങ് കയറിയിരിക്കും. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പഠിച്ച കോളേജിലേക്ക്. ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഞങ്ങളെ അറിയാത്തവർ ചിന്തിക്കും. ഇതിൽ ഞാനും ഏട്ടനും ഇസും ഏട്ടൻ്റെ അനിയത്തിയും ഉണ്ട്. ഞങ്ങൾ 3 പേരും പഠിച്ചത് ഒരേ കോളേജിലാണ്. അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ ലവ് മാരേജ് ആണെന്ന്. യെസ്, ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. പക്ഷെ അത് ഞങ്ങളുടെ കോളേജിൽ നിന്ന് തുടങ്ങിയതൊന്നല്ല കേട്ടോ. അതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. ആ സ്റ്റോറി അറിയേണ്ടവർ കമൻറ്റ് ചെയ്യുക. അതൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. കാറിൽ കയറി കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് ഈസു ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ കോളേജിലെത്തി. ഇതാണ് ഞങ്ങളുടെ കോളേജ്, ഗവൺമെൻറ് കോളേജ് കോടഞ്ചേരി. ഞങ്ങൾ 3 പേര് പഠിച്ചതും ഇവിടെയാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഗേറ്റും ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഇവിടെ ഒരു കോളേജ് ഉണ്ടെന്ന് തന്നെ അറിയില്ലായിരുന്നു. ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കോളേജിലേക്ക് പോകുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇതിന് മുന്നേ ഒക്കെ പോകണമെന്ന് വിചാരിച്ചെങ്കിൽ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇസുവിനെയും കൊണ്ടിട്ടാണ് പോകാൻ പറ്റിയത്. ഞങ്ങൾ കല്യാണം വിളിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് കൊറോണേൻ്റെ പീക്ക് ടൈമാണ്. കൊറോണ ഒരു 2021 കൊറോണ നിപ്പ ഒരുമിച്ച് വന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഇങ്ങനെ വഴിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതെന്താ കാടിൻ്റെ ഉള്ളിലാണോ കോളേജ് എന്ന്? യെസ്, കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഞങ്ങളുടെ കോളേജിൻ്റെ ബാക്കിൽ വലിയൊരു ബയോഡൈവേഴ്സിറ്റി പാർക്കുണ്ട്. അവിടേക്ക് എപ്പോഴൊന്നും കയറാൻ കഴിയില്ല കേട്ടോ. ഈ വഴിയിലൂടെ നട്ടിരിക്കുന്ന മരങ്ങളെല്ലാം ഞങ്ങൾ തന്നെ നട്ടതാണ്. ഒരു ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത്, ഏട്ടൻ സെക്കൻഡ് ഇയർ, ആ സമയത്തായിരുന്നു ഞങ്ങളുടെ കോളേജിലെ ഞങ്ങളുടെ ഫസ്റ്റ് നാക് വിസിറ്റ്. ആ സമയത്ത് ഞങ്ങൾ NSSകാർ നട്ട മരങ്ങളാണ് ഇപ്പം ഇങ്ങനെ വലുതായി വലിയ ആൾക്കാരായി നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ സരസ്വേച്ചിയാണ് കേട്ടോ. സരസ്വേച്ചിയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. കാരണം ആര് എവിടെ പോയാലും എന്ത് വേണമെന്ന് പറഞ്ഞാലും സരസ്വേച്ചിനോട് ചോദിച്ചാൽ അപ്പം റെഡിയാണ്. പറയാൻ വിട്ടുപോയൊരു കാര്യം, വരുന്ന വഴിയിൽ ഒരു മരം ഞാൻ നട്ടതാണ്. അതിങ്ങനെ വലുതായി നിൽക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആ ഒരു സമയത്ത് അവിടെ ഫുള്ള് വെയിലായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകണമെങ്കിൽ കൂടെ ചൂട് തന്നെ വേണം, നല്ല വെയിലായിരുന്നു. അപ്പോൾ അതാ നിൽക്കുന്നതാണ് എൻ്റെ ഫേവറേറ്റ് സാറ്, KK സാറ്. ഞങ്ങളെ ക്ലാസ് ടീച്ചറായിരുന്നു. ഞങ്ങൾ നേരെ പോയത് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടാണ് കേട്ടോ. അവിടെയാണ് ഞങ്ങളെ 3 പേരും പഠിപ്പിച്ച ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉള്ളത്. ഇത് യമുന മാം മലയാളത്തിൻ്റെ ടീച്ചറായിരുന്നു. ഇത് സുമാ മാം ഇംഗ്ലീഷിൻ്റെ ടീച്ചറും. സുമാ മാം റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മാം പോകുന്നതിന് മുന്നേ ഒന്ന് കാണണമെന്ന് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും 3 ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഞാൻ BA എക്കണോമിക്സ്, ഏട്ടൻ BSc ഫിസിക്സ്, അനിയത്തി സുവോളജി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റിലും കയറി ഇറങ്ങേണ്ടി വന്നു. അതല്ല, ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയിട്ട് ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങളെ അറിയും. അത് പറഞ്ഞപ്പോഴാണ് മെയിൻ സംഭവം ഞാൻ വിട്ടുപോയ കാര്യം ഓർത്തത്. ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് കുട്ടു ഈ കോളേജിൻ്റെ ചെയർമാൻ ആയിരുന്നു കേട്ടോ. 3 വർഷം ആളിവിടെ തകർത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ കോളേജിൽ ആളെ അറിയാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഇപ്പോഴാണ് പിന്നെയും അറിയാണ്ട് ആയത്. ഒരു 2 വർഷം മുന്നേക്കും ആ കോളേജിലെ കുട്ടികളെ ഏട്ടനെ വിളിക്കുമായിരുന്നു, അശ്വിൻലാലേട്ടൻ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. ഇപ്പം ആരും വിളിയില്ല, ഇപ്പം ആർക്കും അങ്ങനെ അറിയത്തില്ല. അന്ന് ആളെ SFIയിൽ നിന്നാണ് മത്സരിച്ചത്. അത് കഴിഞ്ഞ് കുറേ നാളത്തേക്ക് SFI ഒക്കെ തന്നെയായിരുന്നു. അതൊക്കെ മാറിപ്പോയപ്പോൾ ആൾക്കാരൊക്കെ അറിയാതെയായി മാറി. പിന്നെ വർഷങ്ങൾ കഴിയാണല്ലോ. പിന്നെ ഇപ്പോൾ ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അതും കുറേ പേരൊക്കെ ട്രാൻസ്ഫർ ആയി പോയി. ഇപ്പോൾ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ടീച്ചേഴ്സായി ഞങ്ങൾ അറിയുന്നവരുള്ളൂ. ഇതിനിടയ്ക്ക് ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒന്ന് കയറി ഇറങ്ങിയിട്ട് ലഞ്ച് ടൈം ആയതുകൊണ്ട് എല്ലാവരും ഒന്നും കാണാൻ പറ്റിയില്ല. ഇത് ഞങ്ങളുടെ ബാക്ക് സൈഡ് ആണ് കേട്ടോ. സാധാരണ എല്ലാ കോളേജുകൾക്കും ഫ്രണ്ടിലോട്ടല്ലേ ഉണ്ടാവുക. ഇത് ഞങ്ങളുടെ ബാക്കിൽ ബയോഡൈവേഴ്സിറ്റി പാർക്കാണ്. ഇതിൻ്റെ മേലെ ഇവിടെ നിന്ന് ഇങ്ങനെ മഴക്കാലമായ ഉറവ ഉണ്ടാവും. അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ചൂടുണ്ടാവാറില്ല. വെയിലൊക്കെ ആയാലും അത്ര ചൂടുണ്ടാവില്ല. ഈ ഒരു തണുപ്പ് എപ്പോഴും ഉണ്ടാവും ഇവിടെ ഇങ്ങനെ. ഫസ്റ്റ് കാണുന്ന ആ ഡോറല്ലേ, അവിടെയായിരുന്നു കേട്ടോ എൻ്റെ ക്ലാസ്. അങ്ങനെ സരസ്വച്ചിനോട് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്.
ഇവിടെ 2 ബ്ലോക്കാണുള്ളത്. ഇത് മെയിൻ ബ്ലോക്കും പിന്നെ സയൻസ് ബ്ലോക്കാണ്. ഇവിടെയാണ് എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. ഏട്ടനൊക്കെ സയൻസ് ബ്ലോക്കിലും അവിടുന്ന് ആണ് എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരലുണ്ടായിരുന്നത്. അന്ന് ചെയർമാൻ ആയതുകൊണ്ട് എപ്പോഴും ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. ക്ലാസ്സിലൊന്നും കയറാണ്ട് ഫുൾ ടൈം പുറത്ത് തന്നെയാണ് ആളുണ്ടാവാറ്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഇസു ഏട്ടനും കൂടെ കാർ എടുത്ത് വന്നു. കാർ എടുത്ത് വന്നു കഴിഞ്ഞപ്പം ഇസു പറയുന്നുണ്ട് കയറി കയറി. ഞാൻ പറഞ്ഞപ്പോൾ നടന്ന് വരാം. അവൻ സമ്മതിച്ചില്ല കയറാണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങ് കാറിൽ കയറി ഇരുന്നത്. ഞാൻ ഇതിലേക്കൊന്ന് നടന്ന് അങ്ങ് പോകണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സൈഡിലൂടെ കാണുന്നതൊക്കെ കണ്ടില്ലേ, അതാണ് കേട്ടോ ഞങ്ങളുടെ പഞ്ചാരക്കല്ല്. ഇപ്പോൾ സബിയേട്ടൻ്റെ കടയാണ്. ഇതാ പണ്ടത്തെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നൊസ്റ്റു മിഠായികളൊക്കെയാണ് കേട്ടോ. അന്ന് മിക്കപ്പോഴും വാങ്ങി കഴിക്കുന്ന സാധനങ്ങളായിരുന്നു ആ സർബത്ത്. ആ ഒരു നൊസ്റ്റൂല് ഞങ്ങൾ വാങ്ങി കുടിക്കുകയാണ്. അന്നത്തെ മിഠായികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വ്യത്യാസം വന്നത് ഇവിടെ ഐസ്ക്രീം ഒക്കെ വന്നേ ഉള്ളൂ. അന്ന് ഞങ്ങൾക്ക് ഈ ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കോളേജിനടുത്ത് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലം തന്നെയായിരുന്നു അത്. ഇവരൊക്കെ കോളേജിലെ സാറുമാരായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ ചങ്ക് സാറെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഞങ്ങളുടെ സ്റ്റോറിയിലോട്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചാരക്കല്ല് ഇവിടെ പഠിച്ച ഒരുവിധം എല്ലാവരുടെയും കഥയിലെ ഭാഗമായിരിക്കും കേട്ടോ ഈ പഞ്ചാരക്കല്ല്. ഇവിടെ വന്നിരിക്കാത്ത ഇവിടെ പഠിച്ച ഒരു കുട്ടികളും ഉണ്ടാവില്ല. ഇവിടെ നിന്ന് റോഡ് മുതൽ കോളേജ് വരേക്ക് ഈ പഞ്ചാരക്കല്ല് നിറഞ്ഞിരിക്കുകയായിരിക്കും. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഈ പഞ്ചാരക്കല്ലുമേൽ ഉണ്ടാവും ബസ് വരുന്നവരേക്കും. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ കഥകളൊക്കെ പറയാറ്. ചെയർമാൻ്റെ തിരക്ക് കാരണം കോളേജിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ടാട്ടോ സംസാരിക്കാം. ഇവിടെ ഇരുന്ന് സംസാരിക്കാത്ത ഒരാൾക്കാരും ഉണ്ടാവില്ല. ഇനി ഞങ്ങളുടെ സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്